ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിച്ച് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരും. ബംഗബന്ധു ഷെയ്ഖ് മുജിബുർ റഹ്മാൻ രക്തസാക്ഷി ദിനത്തിലെ പൊതു അവധി റദ്ദാക്കി. 1975 ഓഗസ്റ്റ് 15-നാണ് ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് മുജിബുർ റഹ്മാൻ കൊല്ലപ്പെട്ടത്. ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളെ തൃപ്തിപ്പെടുത്താനാണ് ഓഗസ്റ്റ് 15-ന് പൊതു അവധി ഇടക്കാല സർക്കാർ ഒഴിവാക്കിയത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരും ജമാഅത്തെ ഇസ്ലാമിയെ പ്രീതിപ്പെടുത്താനുള്ള തന്ത്രത്തിൽ തന്നെയാണ്. എന്തായാലും അതും ഒരു വലിയ രീതിയിലുള്ള വിഘാതങ്ങൾക്കായിരിക്കും അവിടെ മറ്റു പല കാര്യങ്ങൾക്കും ജനാധിപത്യ സംവിധാനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വഴിതെളിക്കുക. വിവരങ്ങൾ. രോഹിണി, 1971-ൽ ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യം രൂപപ്പെടുന്ന സമയത്ത് അന്നത്തെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ബംഗബന്ധു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാൻ. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി എന്ന രീതിയിൽ ബംഗ്ലാദേശിലെ ജനങ്ങൾ രാഷ്ട്രപിതാവായി പോലും ആദരിക്കുന്നത് ഈ ഷെയ്ഖ് മുജീബുർ റഹ്മാനെയാണ്. പക്ഷേ ഈ കലാപകാലത്ത് നമ്മൾ കണ്ടത് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പ്രതിമ ഉൾപ്പെടെ തകർത്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകരർ ഈ ബംഗ്ലാദേശിൽ അഴിഞ്ഞാടുന്ന ഒരു കാഴ്ചയാണ്. ധാക്കയിലെ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പ്രതിമ ഇടിച്ചു നിരത്തുന്ന കാഴ്ച പോലും നമ്മളന്ന് കണ്ടിരുന്നു. ഇപ്പോൾ വളരെ വിചിത്രമായ മറ്റൊരു നടപടി ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും, ഇടക്കാല സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് നാളെ ഓഗസ്റ്റ് 15-ആണ്. ഓഗസ്റ്റ് 15-ൻ്റെ പ്രത്യേകത ബംഗ്ലാദേശുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട നേതാവായ അല്ലെങ്കിൽ വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്ത ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ രക്തസാക്ഷി ദിനമാണ്. അത് പൊതു അവധിയാണ് സാധാരണയായി ബംഗ്ലാദേശിലെ ഈ ദിവസം. 1975 ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് ഷെയ്ഖ് മുജീബുർ റഹ്മാനെ വസതിയിൽ കയറി അന്നത്തെ പട്ടാള മേധാവിയുടെ നേതൃത്വത്തിലാണ് അസാസിനേഷൻ ആ കാലത്ത് നടക്കുന്നത്. അന്ന് ഷെയ്ഖ് മുജീബുർ റഹ്മാനും അദ്ദേഹത്തിൻ്റെ പത്നിക്ക്, അതോടൊപ്പം തന്നെ സഹോദരൻ, ഒപ്പം ഇദ്ദേഹത്തിൻ്റെ 3 സഹോദരന്മാർ, ഇവരെല്ലാം തന്നെ ആ ഒരു വലിയ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മകളാണ് മുൻ പ്രധാനമന്ത്രിയും ഇപ്പോൾ ഭാരതത്തിൽ അഭയം തേടിയിട്ടുള്ള ഷെയ്ഖ് ഹസീനയും. അതോടൊപ്പം തന്നെ മറ്റൊരു പെൺകുട്ടിയുള്ളത് ഷെയ്ഖ് ഹസീനയായിരുന്നു. ഈ 2 പെൺമക്കൾ ആ ആക്രമണം നടക്കുമ്പോൾ ജർമ്മനിയിലായതുകൊണ്ട് മാത്രമാണ് ഷെയ്ഖ് ഹസീനയും ഷെയ്ഖ് രഹാനയും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ ഒരുപക്ഷെ അന്നത്തെ ആ ഒരു ഭീകരാക്രമണത്തിൽ ആ വീട്ടിലാണ് അന്നത്തെ കൊച്ചുകുട്ടികളായിരുന്ന ഇന്നത്തെ ഷെയ്ഖ് ഹസീനയും ഷെയ്ഖ് രഹാനയും അന്ന് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരും അന്ന് കൊല്ലപ്പെട്ടേനെ. അങ്ങനെ അത്ര വലിയൊരു ഭീകരാക്രമണത്തിന്റെ നടുക്കുന്ന ദിവസം പൊതു അവധിയായി ബംഗ്ലാദേശിൽ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇടക്കാല സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നാളത്തെ പൊതു അവധി റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് തീർച്ചയായും ഇപ്പോൾ കലാപം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകര സംഘടനകളെ തൃപ്തിപ്പെടുത്താനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഷെയ്ഖ് ഹസീന ഭാരതത്തിലേക്ക് അഭയം തേടി എത്തിയതോടുകൂടി പിന്നീട് നോബൽ സമ്മാന ജേതാവ് കൂടിയായിട്ടുള്ള, അതുവരെ ഫ്രാൻസിൽ കഴിയുകയായിരുന്ന മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലാണ് ഇടക്കാല സർക്കാർ ഇപ്പോഴുള്ളത്. ആ സർക്കാരിന്റെ തീരുമാനമാണ് ഇപ്പോൾ അവാമി ലീഗിന്റെ വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുന്നത്. ബംഗ്ലാദേശിലെ സാധാരണക്കാരായ ജനങ്ങൾ എന്തായാലും ഈ തീരുമാനത്തെ എതിർക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള ഭീകം കാളിദാസിയയുടെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെയും ഒക്കെ കയ്യടി നേടുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ഈ ഇടക്കാല ഭരണകൂടം കൈക്കൊണ്ടിരിക്കുന്നത്. രോഹിണി. ഗൗതം, അതുമാത്രമല്ല, നൊബേൽ പുരസ്കാര ജേതാവായിരുന്ന മുഹമ്മദ് യൂനസിനിൽ ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. ഇടക്കാല സർക്കാരാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി അടിയറവ് പറയുന്ന ഒരു നയം സ്വീകരിക്കില്ല എന്ന് തന്നെയാണ് ഏവരും വിശ്വസിച്ചിരുന്നത്. പക്ഷേ എത്ര പെട്ടെന്നാണ് ഭരണത്തിൽ കയറിയതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിൽ ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി രക്തസാക്ഷി ദിനത്തിൻ്റെ പൊതു അവധി പോലും റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിറങ്ങുന്നത് എന്നുള്ളതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. രോഹിണി, ഇത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു ഘടകം തന്നെയാണ്. കാരണം ഇനിയും ഒരു ഇടക്കാല സർക്കാർ ഇരിക്കുന്നത് താൽക്കാലികമായി, നമ്മൾ പറയുന്നത് പോലെ തന്നെ അതൊരു ഇടക്കാല ഭരണകൂടമാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ബംഗ്ലാദേശിലൊരു തെരഞ്ഞെടുപ്പ് നടക്കും. ഒരുപക്ഷെ ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടാനൊക്കെയുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണണം. കാരണം ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെയൊക്കെ പിന്തുണയ്ക്കുന്ന ഇടക്കാല സർക്കാരിൻ്റെ നേതൃത്വത്തിലാകും ആ തെരഞ്ഞെടുപ്പ് അവിടെ നടക്കുക. അതിനാൽ എത്രത്തോളം ജനാധിപത്യ സ്വഭാവത്തിലുള്ള തെരഞ്ഞെടുപ്പാകും ഇനിയും അവിടെ നടക്കുക എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഇപ്പോഴത്തെ സർക്കാരിൻ്റെ സമീപനം എന്തായാലും വ്യക്തമാണ്. അത്
തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ കയ്യടി നേടുന്ന പല കാര്യങ്ങളും അവർ ഇതിനകം തന്നെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഹിന്ദുക്കൾക്ക് നേരെ വ്യാപകമായ അക്രമം നടക്കുമ്പോഴും ആ അക്രമത്തെ അപലപിക്കുക മാത്രമാണ് മുഹമ്മദ് യൂനിസ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ കലാപകാരികൾക്കെതിരെ കേസെടുത്ത് നടപടിയെടുക്കുകയോ ഹിന്ദു ക്ഷേത്രങ്ങളും സ്ത്രീകളെ കൊല്ലുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തവരെ തുറങ്കലിലടക്കുകയോ ഒന്നും ചെയ്തതായ റിപ്പോർട്ടുകൾ ബംഗ്ലാദേശിലെ മാധ്യമങ്ങളിലോ അല്ലാതെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആകെ ചെയ്തത് ഈ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അക്രമം നടക്കുന്നു എന്ന വസ്തുത അംഗീകരിക്കുകയും അതിനെ അപലപിക്കുകയും ചെയ്തു. അതിലുപരി പിന്നീട് എടുത്തേക്കുന്ന പല തീരുമാനങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഈ വർഗീയ ശക്തികളെ, പ്രത്യേകിച്ച് ബംഗ്ലാദേശിലെ മതമൗലികവാദികളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ട തീരുമാനങ്ങളാണ് പുതിയ ഇടക്കാല സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. നമുക്കറിയാം, ഈ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗാണ് പൊതുവെ ഇന്ത്യയോട് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നത്. അത് ഈ 1971 ബംഗ്ലാദേശ് വിമോചന കാലത്തെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ ആ ഒരു ഇന്ത്യയുമായുള്ള ബന്ധം ഷെയ്ഖ് ഹസീനയ്ക്കും അവരുടെ കുടുംബത്തിനുമുണ്ട്. ഷെയ്ഖ് ഹസീനയുടെ പിതാവായ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഷെയ്ഖ് മുജീബുർ റഹ്മാൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അന്ന് ഈ പാകിസ്ഥാൻ അനുകൂലികൾക്കെതിരെ വലിയ സമരം നടക്കുകയും അങ്ങനെ ഭാരതത്തിൻ്റെ സൈന്യത്തിൻ്റെ സഹായത്തോടുകൂടി ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യം രൂപപ്പെടുകയും ചെയ്തു എന്നതാണ് ചരിത്രം. പാകിസ്ഥാനിൽ അന്ന് നടന്ന തെരഞ്ഞെടുപ്പ്, അന്ന് ബംഗ്ലാദേശും പാകിസ്ഥാനും ഒരു രാഷ്ട്രമാണ്. ഭാരതത്തിൻ്റെ 2 ഭാഗങ്ങളിലായാണ് പാകിസ്ഥാൻ അന്ന് കിടന്നത്. അങ്ങനെ 1969 പാകിസ്ഥാൻ ജനറൽ അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ നേതൃത്വം നൽകിയ അവാമി ലീഗിന് 162-ൽ 160 സീറ്റുകളും ലഭിച്ചു. എന്നാൽ അതിനെ അംഗീകരിക്കാൻ പാകിസ്ഥാനിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് പഞ്ചാബ് പ്രവിശ്യയിൽ ഈ പഞ്ചാബി ഭാഷയും ഉറുദുവും ഒക്കെ സംസാരിക്കുന്ന ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഈ ബംഗാളി ഭാഷ സംസാരിക്കുന്ന ബംഗ്ലാദേശിലെ ഒരു പുതിയ പാർട്ടിക്ക് വലിയ മേധാവിത്വം നേടിയത് അംഗീകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ബംഗ്ലാദേശ് വിമോചന സമരവും മറ്റും നടക്കുന്നത്. ആ സമരത്തിന് നേതൃത്വം നൽകിയ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ കുടുംബത്തെ കൂട്ടക്കൊല ചെയ്ത ദിവസത്തെ അവധി എടുത്തു കളയുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ബംഗ്ലാദേശിൽ ഇപ്പോൾ ഈ കലാപത്തിന് നേതൃത്വം നൽകുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യടി നേടുക എന്നത് തന്നെയാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിൽ ഒരു ഇന്ത്യ വിരുദ്ധ സർക്കാരിനെ രൂപപ്പെടുത്തുക എന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത്. അതിന് പാക് ചാരസംഘടനയായ ISIയുടെയും ചൈനയുടെയും ഒക്കെ സഹായം ഈ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് കിട്ടുന്നുവെന്ന് നിരവധി റിപ്പോർട്ടുകൾ ഇതിനകം തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ഒരു ഇന്ത്യ വിരുദ്ധ സർക്കാരിനെ ബംഗ്ലാദേശിൽ രൂപപ്പെടുത്തണമെങ്കിൽ അതിന് അവാമി ലീഗിനെക്കാട്ടിൽ ഏറ്റവും മികച്ചത് ഇപ്പോൾ പ്രതിപക്ഷത്തുണ്ടായിരുന്ന ബീഗം കാളിദാസിയുടെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയാണ്. കാരണം ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അധികാരത്തിലിരിക്കുന്ന കാലത്താണ് വ്യാപകമായ ഹിന്ദു വേട്ട ബംഗ്ലാദേശിന്റെ മണ്ണിൽ നടന്നിട്ടുള്ളത്. അതിനാൽ സ്വാഭാവികമായും സമാനമായ രീതിയിലൊരു തീവ്ര ഇസ്ലാമിക രാഷ്ട്രമായി ബംഗ്ലാദേശിനെ മാറ്റുകയും അതിലൂടെ ഇന്ത്യ വിരുദ്ധ സ്വഭാവം പൂർണ്ണമായി തന്നെ ആ രാജ്യത്ത് രൂപപ്പെടുത്തുകയും എന്ന ലക്ഷ്യത്തോടു കൂടി നടക്കുന്ന കലാപമാണ്. ആ കലാപത്തെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള പ്രതികരണം പുതിയ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു എന്നതാണ് വളരെ നിർണായകമാകുന്നത്. രോഹിണി. അതെ, അതോടൊപ്പം ഗൗതം, എന്തായാലും ഈ ഒരു നീക്കത്തെ വിമർശിക്കുന്നതിനോ എതിർക്കുന്നതിനോ ബംഗ്ലാദേശിൽ നിന്നുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു ശബ്ദം ഉയർന്നതായി കേൾക്കുന്നുണ്ടോ? രോഹിണി, ബംഗ്ലാദേശിൽ അവാമി ലീഗിന്റെ നേതൃത്വം ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് വലിയ പ്രതിഷേധമൊന്നും നടത്തുവാൻ നിലവിൽ കഴിയുന്നില്ല. കാരണം അവാമി ലീഗിന്റെ സംഘടനാ സംവിധാനം തന്നെ ആകെ ബംഗ്ലാദേശിലാകെ തകർന്നിരിക്കുകയാണ്. കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഷെയ്ഖ് ഹസീനയാണ്. 76-കാരിയായ ഷെയ്ഖ് ഹസീന നമുക്കറിയാമല്ലോ, ഏതാണ്ട് 1.5 ആഴ്ചകൾക്ക് മുമ്പ് അവർ ജീവനും കൊണ്ട് ഭാരതത്തിലേക്ക് എത്തുകയായിരുന്നു. ഒരുപിടി വസ്ത്രങ്ങൾ മാത്രം എടുത്തുകൊണ്ട് കിട്ടിയ ഹെലികോപ്റ്ററിൽ ഇന്ത്യയിലേക്ക് എത്തേണ്ട സാഹചര്യമാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശിൽ ഉണ്ടായത്. അതിനാൽ തന്നെ ആ ഒരു നടുക്കത്തിൽ നിന്നും ഇപ്പോഴും അവാമി ലീഗിന്റെ നേതൃത്വം മാറിയിട്ടില്ല. അതിനാൽ ഇതിൽ സ്വാഭാവികമായും പ്രതിഷേധിക്കേണ്ട രാഷ്ട്രീയ പാർട്ടി അവാമി ലീഗാണ്. കാരണം അതിന്റെ സ്ഥാപകനാണ് ഈ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ എന്ന ബംഗാബന്ധു എന്ന് വിശേഷിപ്പിക്കുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാൻ. അദ്ദേഹത്തിന്റെ പ്രതിമകൾ തകർക്കുകയും ഏറ്റവും ഒടുവിൽ അദ്ദേഹം കൊല്ലപ്പെട്ട ദിവസം, രക്തസാക്ഷിത്വ ദിനമായി ബംഗ്ലാദേശ് ആചരിക്കുന്ന ദിനം പോലും പൊതു അവധി എടുത്തു മാറ്റിക്കൊണ്ട് അതിന്റെ പ്രസക്തിയെ ഇല്ലാണ്ടാക്കാനാണ് പുതിയ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനാൽ അവാമി ലീഗിന്റെ പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും കാര്യമായ പ്രതിഷേധ പരിപാടികളൊന്നും നടത്താൻ അവർ
അവരുടെ സംഘടനാ സംവിധാനത്തിന് ഇപ്പോൾ കഴിയത്തില്ല. കാരണം ഷെയ്ഖ് ഹസീനയും ഷെയ്ഖ് രഹാനെയും ഒക്കെ നാടുവിട്ടിരിക്കുകയാണ്. അവരുടെ പല പ്രധാനപ്പെട്ട നേതാക്കളെയും ജീവനോടെ കൊന്നു കളഞ്ഞിരിക്കുന്നു. അതിനാൽ ഇത്തരം വിഷയങ്ങളിൽ സാധാരണ ജനങ്ങൾക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഉണ്ടായേക്കാം. അതിലുപരി ഇടക്കാല സർക്കാരിനെ പിടിച്ചുകുലുക്കുന്ന രീതിയിലുള്ള പ്രതിഷേധമൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവാമി ലീഗിന് ബംഗ്ലാദേശിൽ നടത്താൻ സാധിക്കില്ല. പക്ഷേ ഈ ഷെയ്ഖ് ഹസീന വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി തിരികെ ബംഗ്ലാദേശിലെത്തും എന്നത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം അടുത്തിടെ നടത്തിയിരുന്നു. ഒരുപക്ഷെ ഭാരതത്തിന്റെ പിന്തുണ അതിനുണ്ടായേക്കാം. ഭാരതത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ റോ ഈ കാര്യങ്ങളെപ്പറ്റിയെല്ലാം വിശദമായി പരിശോധിക്കുന്നുവെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അവിടെ ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ തന്നെ അധികാരത്തിലെത്തണം എന്നതാണ് ഭാരതത്തിന്റെ വികാരം. മറിച്ച് ജമാഅത്തെ ഇസ്ലാമിയും മറ്റും പിന്തുണയ്ക്കുന്ന ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എത്തിക്കഴിഞ്ഞാൽ അതൊരു കടുത്ത ഹിന്ദു വിരുദ്ധ സർക്കാരാകും അവിടെ ഉണ്ടാകുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയൊക്കെ അവിടെ ഭരണത്തിലിരുന്ന സമയത്താണ് ഏറ്റവും വലിയ ഹിന്ദു കൂട്ടക്കുരുതി ബംഗ്ലാദേശിന്റെ മണ്ണിൽ നടന്നിരിക്കുന്നത്. ആ കൂട്ടക്കുരുതി വീണ്ടും ആവർത്തിക്കുവാൻ ഈ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയും മറ്റും അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് വഴിവെക്കുമെന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ അവാമി ലീഗിന്റെ ഭരണം നിലനിൽക്കുന്നതാണ് നല്ലത്. അതിനാൽ തന്നെ ഷെയ്ഖ് ഹസീന തിരികെ ബംഗ്ലാദേശിലേക്ക് തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും പോകുമെന്നും അതിനുശേഷം അവാമി ലീഗ് 10 മടങ്ങ് ശക്തിയോടുകൂടി അവിടെ അധികാരത്തിലെത്തുമെന്നും ഒക്കെയാണ് അവാമി ലീഗിന്റെ നേതൃത്വവും ഷെയ്ഖ് ഹസീനയും സൂചിപ്പിക്കുന്നത്. അതിലൊരുപക്ഷെ ഭാരതത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയുടെ ഉൾപ്പെടെയുള്ള പിന്തുണയും ഉണ്ടായേക്കാം. ശരി ഗൗതം. ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിച്ച ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരും ബംഗബന്ധു ഷെയ്ഖ് മുജിബുർ റഹ്മാൻ രക്തസാക്ഷി ദിനത്തിലെ പൊതു അവധി റദ്ദാക്കി. 1975 ഓഗസ്റ്റ് 15-നാണ് ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് മുജിബുർ റഹ്മാൻ കൊല്ലപ്പെട്ടത്. ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളെ തൃപ്തിപ്പെടുത്താനാണ് ഓഗസ്റ്റ് 15-ന് പൊതു അവധി ഇടക്കാല സർക്കാർ ഒഴിവാക്കിയത്. ഗൗതം അനന്തനാരായണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.